ഹലോ ഫ്രണ്ട്സ്, 2001 സ്കീം പ്രകാരം ഇലക്ട്രിക്കലിൻ്റെ ബേസിക് സബ്ജക്റ്റാണിത്. ഇലക്ട്രിക്കൽ എലമെൻ്ററി കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം. അതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾസിൽ നമ്മൾ കവർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താണ് ഷോക്ക് എന്ന് പഠിക്കും അല്ലേ. ഷോക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന മാർഗ്ഗങ്ങൾ, അതേ രൂപത്തിൽ നമ്മുടെ ഡിവൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഇതുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ELCB, MCB, ഫ്യൂസസ്, RCCB ഉള്ളത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻസിൻ്റെ എങ്ങനെ നമുക്കൊരു എനർജി എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാം, അതാണ് അടുത്ത ടോപ്പിക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാർ ലാബിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ, 5 സ്റ്റാർ എക്യുപ്മെൻറ്റ്സ്, 3 സ്റ്റാർ എക്യുപ്മെൻറ്റ്സ് എന്നൊക്കെ. അപ്പം അങ്ങനെയാണ് ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾസിൻ്റെ ഓരോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ എ ഇലക്ട്രിക്കൽ ഷോക്ക്. ഇലക്ട്രിക്കൽ ഷോക്ക് എന്നാൽ എന്ത്? ഇലക്ട്രിക്കൽ ഷോക്ക് എന്നാൽ എന്ത്? ഷോക്ക് അടിക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ ഷോക്ക് എന്നാൽ എന്താ? ഇത് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എക്സാം ചോദിക്കാം. അപ്പോൾ എന്താണ് ആൻ ഇലക്ട്രിക്കൽ ഷോക്ക് ഒക്കേഴ്സ് വെൻ ബോഡി ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഹൈ വോൾട്ടേജ് സോഴ്സ്. അതായത് എന്താണ്, ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒരു ബോഡി ഒരു ഹൈ വോൾട്ടേജ് സോഴ്സിനെ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ത്, ഇലക്ട്രിക്കൽ ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ഓഫ് ഇലക്ട്രിക്കൽ ഷോക്ക്. ഇലക്ട്രിക്കൽ ഷോക്ക് എന്ന് ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ. എങ്ങനെയൊക്കെ ഇലക്ട്രിക്കൽ ഷോക്ക് നമുക്ക് ഉണ്ടാകാമെന്നാണ് ചോദിച്ചത്. അതായത് എങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്, കോണ്ടാക്ട് വിത്ത് പവർ ലൈൻ ഓർ ഇലക്ട്രിക്കൽ ആർക്ക് ഫ്ലാഷ്. ഓക്കെ, രണ്ടാമത്തെ ഫോൾട്ട് ഇലക്ട്രിക്കൽ വയറിംഗ് അല്ലേ. ഇലക്ട്രിക്കൽ വയറിംഗിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഷോക്ക് അടിക്കും. അടുത്തെന്താണ്, ഫോൾട്ട് ഇൻ ഇൻസുലേറ്റർ. അതിപ്പോൾ വയറിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്, അതാണ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിലെന്തെങ്കിലും ഫോൾട്ട് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ഷോക്ക് അടിക്കും. നാലാമത്തെ കോണ്ടാക്ട് വിത്ത് മെറ്റൽ വിത്ത് ഇലക്ട്രിക്കൽ കറണ്ട്. കോണ്ടാക്ട് വിത്ത് മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ് അല്ലേ. അപ്പോൾ ഈ കണ്ടക്ടർ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ കറണ്ട് ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അഞ്ചാമത്തെ പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റനിങ് ഫ്രം തണ്ടർസ്റ്റോൺ. ലൈറ്റനിങ് ഫ്രം തണ്ടർസ്റ്റോൺ ആണ് എന്താ, ഇടി പൊട്ടുമ്പോൾ മിന്നൽ ഉണ്ടാക്കും. മിന്നൽ മൂലം എന്ത് ചെയ്യും, നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ഫിനോമിനൻ ഓഫ് ഇലക്ട്രിക്കൽ ഷോക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 പോയിന്റാണ് ഉള്ളത്. ഓക്കെ, അതിൽ വെരി ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ എന്താണ്, ഫോൾട്ട് ഇൻ ഇൻസുലേഷനും അതേ രൂപത്തിൽ ലൈറ്റിംഗ് ഫോമും, അതായത് മെറ്റൽ വിത്ത് ഇലക്ട്രിക്കൽ കറണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് തന്നെയാണ്. ലിസ്റ്റ് എനി 2 എഫക്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഷോക്ക്. അത് ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെല്ലാം എഫക്റ്റ് ഉണ്ടാകും, ബോഡിയിലേക്ക് എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് എന്താണ്, കാർഡിയാക് അറസ്റ്റ്, അതായത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ബ്രെയിൻ ഇഞ്ചുറീസ്. മൂന്നാമത്തെ നെർവ് ഡാമേജ് വരുമ്പോൾ എന്താ, നമുക്ക് ചിലപ്പോൾ ചില ഭാഗത്ത് എന്ത് ചെയ്യും, ടച്ച് ചെയ്യുന്നത് നമ്മൾ അറിയാതിരിക്കും. അതെന്തുമൂലം ഉണ്ടാകുന്നത്, നെർവ് ഡാമേജ് മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. നാലാമത്തേതോ മസിൽ പെയിൻ. പിന്നെന്തുണ്ടാവും, മെമ്മറി ലോസ് ഉണ്ടാകും. അതാണ് എന്ത്, ലിസ്റ്റ് എനി 2 എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ലിസ്റ്റ് എനി 6 സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെ. അതായത് ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി പ്രിക്കോഷൻ ടു ദി ഫോളോഡ് വൈ ഹാൻഡിൽ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയെ നമ്മളിപ്പോൾ പല എക്യുപ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും, അത് രൂപത്തിൽ റിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് നമ്മൾ കരുതേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിൻ്റെ തിയറി ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്, അവോയ്ഡ് വാട്ടർ അറ്റ് ഓൾ ടൈം വെൻ വർക്കിംഗ് വിത്ത് ഇലക്ട്രിസിറ്റി. അത് ഇലക്ട്രിസിറ്റി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അവോയ്ഡ് വാട്ടർ, അതായത് നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്, നെവർ യൂസ് എക്യുപ്മെൻറ്റ് വിത്ത് ഡാമേജ്ഡ് ഇൻസുലേഷൻ. ഓക്കെ, അതായത് ഇൻസുലേഷൻ കോട്ടിംഗ് ഒക്കെ ഉണ്ടാകും. ഇപ്പം നമ്മുടെ ചില എക്യുപ്മെൻറ്റ്സ് നമ്മൾ പിടിക്കുന്ന ഭാഗത്ത് ഒരു ഇൻസുലേഷൻ ഉണ്ടാകും. അത് ഡാമേജ് ചെയ്യാത്ത എക്യുപ്മെൻറ്റ്സ് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. പിന്നെ മൂന്നാമത്തേതാണ് ഓൾവേസ് യൂസ് ഇൻസുലേറ്റഡ് ടൂൾസ് വൈൽ വർക്കിംഗ്. അതായത് ടൂൾസിൽ എന്തുണ്ട്, ഇൻസുലേഷൻ ഉണ്ട് അല്ലേ. ഇപ്പം നമ്മളിപ്പം നമ്മൾ ടെസ്റ്ററിൽ കണ്ടിട്ടുണ്ട്, ഒരു ഗ്ലാസ് പോലത്തെ ഒരു പ്ലാസ്റ്റിക് കോട്ട് ഉണ്ടാകും അല്ലേ. അതൊക്കെ എന്നൊരു ഇൻസുലേഷനാണ്. അപ്പം എന്ത് ചെയ്യുക, ഒരു ഇൻസുലേറ്റഡ് ടൂൾസ് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം.
നാലാമത്തെ പോയിന്റ് ആണ് നെവർ ട്രൈ റിപ്പയറിങ് എനർജൈസ്ഡ് എക്യുപ്മെൻറ്റ്സ്. അത് എനർജൈസ്ഡ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഓൺ ആയിരിക്കും എന്ത് ചെയ്യാൻ പാടില്ല, റിപ്പയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് പിന്നെ എക്യുപ്മെൻറ്റ്സ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റിപ്പയർ ചെയ്യാൻ പാടില്ല. അഞ്ചാമത്തെ എന്താണ്, ഡു നോട്ട് വിയർ ലൂസ് ക്ലോത്തിങ് ഓർ ടൈസ് നിയർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്ത് ചെയ്യുക, നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ലൂസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടരുത്. അതായത് കണ്ടക്റ്റിംഗ് മീഡിയം ഉള്ള ഡ്രസ്സുകൾ ഇടാൻ പാടില്ല. ലാസ്റ്റ് പോയിന്റ് എന്താണ്, യൂസ് ദ സർക്യൂട്ട് ബ്രേക്കർ ഓർ ഫ്യൂസസ്. അതായത് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഫാൾട്ട് എന്തെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് പോയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഫ്യൂസോ സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യുക, ഓഫ് ചെയ്തിട്ട് ശേഷം മാത്രം എന്ത് ചെയ്യുക, റിപ്പയർ ചെയ്യാൻ നോക്കുക. ഇതാണ് 6 നമ്മുടെ സേഫ്റ്റി പ്രിക്കോഷൻ ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ ഫ്യൂസ്, ESCB, RCCB, MCB, MCCB അല്ലേ. അപ്പം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ദ ഓപ്പറേഷൻ ഓഫ് ഫ്യൂസ് ഇൻ ദ ഇലക്ട്രിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ടിൽ ഫ്യൂസിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജസ്റ്റ് ഒരു വയറാണെന്ത് ഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. ഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വയർ സ്ട്രിപ്പ് എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഫ്യൂസ് പോയാൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്മുടെ വീട്ടിലൊരു വയർ എടുത്തിട്ട് അവിടെ നിന്ന് ചെറിയൊരു കോപ്പർ വയർ എടുത്ത് നമ്മൾ കിട്ടുന്ന കാണാം അല്ലേ. അപ്പോൾ ഈ ഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത് എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എന്നറിയാം അല്ലേ. അപ്പോൾ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു I²R ലോസ്. ഇതിന് പറഞ്ഞതാണ് ഹീറ്റ് ലോസ് എന്ന് പറയും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ആക്ഷൻ ഓഫ് ഫ്യൂസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് എന്ത് I²R ഹീറ്റ് ലോസ് ഉണ്ടാകുന്നത്. അതിന് ഡിപ്പെൻഡ് ചെയ്യും. നോർമൽ കണ്ടീഷൻ എന്താണ്, ഇൻ എ നോർമൽ കണ്ടീഷൻ ഹീറ്റ് ഡെവലപ്പിംഗ് ഫ്യൂസ് എലമെന്റ് ഈസ് ഡിസിപ്പേറ്റഡ് ടു സറൗണ്ടിങ് എയർ അല്ലേ. സറൗണ്ടിങ് എയറിലേക്ക് ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ഫാൾട്ട് ഒക്കറിയുമ്പോൾ വെൻ ഫാൾട്ട് ഒക്കേഴ്സ് എന്ത് ചെയ്യും, കറണ്ട് എക്സീഡ് ദ ലിമിറ്റ്സ് വാല്യൂ ആൻഡ് എക്സസീവ് ഹീറ്റ് ഈസ് ജനറേറ്റഡ്. ഈ ഹീറ്റ് ജനറേറ്റഡ് എങ്ങനെയാണ്, ഹീറ്റ് ലോസ് ആയിട്ട് അല്ലേ. ഹീറ്റ് ലോസ് ആയിട്ട് എന്ത് ചെയ്യും, അത് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഈ ഫ്യൂസ് എലമെന്റ്സ് ഹീറ്റ് മെൽറ്റ് ആൻഡ് ബ്രേക്ക് ദ സർക്യൂട്ട്. അതായത് ചൂടാകുകയും ഉരുകുകയും എന്നിട്ട് എന്ത് ചെയ്യും, സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ചെയ്യും. അപ്പം എന്ത് ചെയ്യും, നമുക്ക് അതിന് ബ്രേക്ക് ചെയ്തത് എന്ത് ചെയ്യും, നമ്മുടെ ഡിവൈസിനെ നമ്മൾ എന്ത് ചെയ്യും, അത് പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്യൂസ് ആക്ഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇല്ലസ്ട്രേറ്റ് ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് RCCB. RCCBൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഓരോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പം RCCBൻ്റെതും ELCBൻ്റെ എന്താണ് സെയിം ആണ് അല്ലേ. അപ്പം ഇവിടെ എന്തുണ്ട്, ഒരു ഫേസ് ഉണ്ട്, ന്യൂട്രല്, പിന്നെ എന്തുണ്ട്, ഒരു കണ്ടക്റ്റിംഗ് ഒരു കോറുണ്ട്. അതേ രൂപത്തിൽ ഒരു പ്രൈമറി, സെക്കൻഡറി ആൻഡ് സെൻസിങ് വൈൻഡിങ്സ്. പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി ആൻഡ് സെൻസിങ് കോയിലുണ്ട്. അപ്പം പ്രൈമറി കോയിൽ എന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫേസിനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ലോഡ് കൊടുക്കും. ലോഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, നേരെ തിരിച്ച് സെക്കൻഡറി വൈൻഡിങ്ങിലൂടെ പോയിട്ട് ന്യൂട്രലിൽ പോകും. പിന്നെ ഒരു സെൻസിങ് കോയിൽ എന്താണ്, റിലേയിൽ ടച്ച് ചെയ്യണം. ഇനി നോർമൽ കേസിൽ എന്ത് ചെയ്യും, കറണ്ട് ഫേസിലൂടെ ഇങ്ങനെ പോയി ലോഡിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും, ന്യൂട്രലിൽ കൂടെ തിരിച്ചു പോകും. ഇനി ഒരു ലോഡിൽ ഒരു ഫാൾട്ട് സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ കറണ്ട് വ്യത്യാസം വരും. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡറിയിലുള്ള കറണ്ടും പ്രൈമറിയിലെ കറണ്ടും എന്ത് ചെയ്യും, ഡിഫറൻസ് സംഭവിക്കും. ഈ ഡിഫറൻസ് എന്ത് ചെയ്യും, ഒരു ഫ്ലക്സ് ജനറേറ്റ് ചെയ്തിട്ട് ഈ സെൻസിങ് കോയിൽ എനർജൈസ് ചെയ്യും. അപ്പോൾ സെൻസിങ് കോയിൽ എനർജൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ റീലേ വർക്ക് ചെയ്തിട്ട് ഈ ഒരു സ്വിച്ച് എന്ത് ചെയ്യും, ഓപ്പൺ ആക്കിയിട്ട് സർക്യൂട്ട് ഓപ്പൺ ആക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഹൈ ലോഡ് സംഭവിക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുമ്പോഴേക്കും എന്ത് ചെയ്യും, നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ, RCCB മനസ്സിലായില്ലേ. ഇനി അടുത്ത് എന്നിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദ ട്രിപ്പിംഗ് മെക്കാനിസം ഇൻ MCCB. MCCB എന്താ, മിനിയേച്ചർ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. MCB ആണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ് ഇത് MCB.
MCCB ആകുമ്പോഴോ MCCB ആകുമ്പോൾ എന്ത് ചെയ്യും? മോൾഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. ഓക്കെ, ഇത് ആക്ച്വലി 3 രീതിയിൽ എന്തുണ്ട് ഇതിന്റെ മെക്കാനിസം ഉണ്ട്. ഓവർലോഡ് കണ്ടീഷൻ, അതിനെ ഷോർട്ട് സർക്യൂട്ട്, പിന്നെ എന്തുണ്ട് മാനുവലിയും ഉണ്ട്. മാനുവലി എന്തുണ്ട് MCCBയുടെ മെക്കാനിസം ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചത് എന്താണ്? ഓവർലോഡ് കണ്ടീഷനിലും അതേ രൂപത്തിൽ ഷോർട്ട് സർക്യൂട്ടിലും ആണ് പറഞ്ഞത്. ഓക്കെ, ഓവർലോഡ് കണ്ടീഷൻ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ MCCB വർക്ക് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ മെറ്റാലിക് സ്ട്രിപ്പ് ആയിരിക്കും. ഓക്കെ, ഫിഗറിന് സ്റ്റാർ മാർക്കിട്ട് വെച്ചാൽ നമ്മൾ നോട്ടിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡബിൾ മെറ്റാലിക് കാണുന്നത് MCCB ഉള്ളത്. ഓക്കെ, നോർമൽ കേസിൽ അതായത് ഡബിൾ മെറ്റാലിക് അറിയുമ്പോൾ ഒന്നിന്റെ മെൽറ്റിംഗ് പോയിന്റ് രണ്ടാമത്തെ മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യും? ചെറിയ ഡിഫറൻസ് ഉണ്ടാകും. ഇത് ഫാൾട്ട് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു മെറ്റാലിക് സ്ട്രിപ്പ് നോർമൽ ഇതിലും മറ്റ് മെറ്റാലിക് എന്ത് ചെയ്യും? ഹീറ്റായിട്ട് ഒരു ബെൻഡ് ഷേപ്പിൽ എന്ത് ചെയ്യും? ഇത് ഫോം ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഇത് ഓട്ടോമാറ്റിക് ബ്രേക്ക് ചെയ്ത് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ, അതായത് ഓവർലോഡ് കേസിൽ എന്താ പറഞ്ഞത്? ദ ബൈ മെറ്റാലിക് കോണ്ടാക്ട് ഇൻവോൾവ് ഇൻ ഓവർലോഡ് ഓപ്പറേഷൻ. ഓക്കെ, നോർമൽ കേസിൽ എന്ത് ചെയ്യും? കറണ്ട് അലോ ചെയ്യും. ഇത് കറണ്ട് ഫ്ലോ എക്സീഡ് ദ പ്രിസീഡിംഗ് വാല്യൂ, അത് പിന്നെ നമ്മളൊരു റേറ്റഡ് വാല്യൂ, ആ റേറ്റഡ് വാല്യൂ കൂടെ അത് ആ മീനിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫാൾട്ട് സംഭവിക്കാന്ന മീനിങ്. ഫാൾട്ട് സംഭവിക്കാൻ എന്ത് ചെയ്യും? ഇറ്റ് ബെൻഡ് ആൻഡ് ഫൈനലി ഇറ്റ് വിൽ എൻഗേജ് ദ ട്രിപ്ഡ് മെക്കാനിസം. അതായത് ഒന്ന് ബെൻഡ് ചെയ്ത് എന്ത് ചെയ്യും? ട്രിപ്പ് ആകും, അതായത് സർക്യൂട്ട് ബ്രേക്ക് ആകും. ഓക്കെ, ഈ ട്രിപ്പ് മെക്കാനിസം എന്ത് ചെയ്യും? ഓപ്പൺ ദ ബ്രേക്ക് ആൻഡ് ബൈ മെറ്റാലിക് കോണ്ടാക്ട് വിൽ നോട്ട് അലോ ദ ബ്രേക്ക് ടു റെസ്റ്റ് ഇൻസ്റ്റന്റ്ലി. അപ്പോൾ ഇത് ചെയ്യും? ഇത് പിന്നെ ബെൻഡ് ചെയ്ത് ബ്രേക്ക് ആയിട്ട് നമ്മുടെ ഡിവൈസ് എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും. ഇനി അടുത്തത് എന്നിട്ടുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ടിന്റെ കേസിൽ എന്താ പറയുന്നത്? അതിൽ ഇലക്ട്രോ മെക്കാനിക്കൽ കോയിൽ ഉണ്ടാകും. അതായത് നമ്മളിപ്പം MCCBയിൽ പഠിച്ചു അല്ലെ? MCCBയിൽ ഒരു കോയിലും സെൻസിങ് കോയിലൊക്കെ പഠിച്ചു. ഇവിടെ എന്തുണ്ട്? നമുക്കിപ്പോൾ ഒരു ഓവർലോഡ് കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കേസിൽ ഒരു ഇൻപുട്ട് ഉണ്ട്, നമ്മൾ സ്വിച്ച് പറഞ്ഞു. ഇവിടെ എന്തുണ്ട്? ഒരു കോയിലുണ്ട്. ആ കോയിലിൽ എന്താണ്? ഒരു റിലേ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്ന പറയുമ്പോൾ എന്ത് ചെയ്യും? ഈ കോയിൽ കൂടിലുള്ള ഫ്ലക്സ് എന്ത് ചെയ്യും? ചേഞ്ച് സംഭവിക്കും. ആ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ റിലേ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. MCCBയിൽ അതേ രൂപത്തിലാണ് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ട്രിപ്പിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു സർക്യൂട്ട്, ഈ ഒരു കോയിലിന് പറഞ്ഞ പേരാണ് CT, അതായത് കറന്റ് ട്രാൻസ്ഫോമർ എന്ന് പറയും. അപ്പോൾ ഇത് അണ്ടർ നോർമൽ കണ്ടീഷൻ എന്ത് ചെയ്യും? കറന്റ് ട്രാൻസ്ഫോമർ ജനറേറ്റഡ് ലെസ് കറന്റ്, hence the electromagnetic field is generated by the coil is not enough to pull the plunger. അതെന്ത് ചെയ്യും? നോർമൽ കേസിൽ എന്ത് ചെയ്യും? ഇവിടെ ഒന്നും സംഭവിക്കില്ല. അത് നോർമൽ കേസിൽ ഫ്ലക്സ് സംഭവിച്ച് ഇതാണ് കറണ്ട് പോയിട്ട് എന്ത് ചെയ്യും? നമുക്ക് നോർമൽ ഓപ്പറേഷൻ നടക്കും. ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും എന്ത് ചെയ്യും? ഫാൾട്ട് കണ്ടീഷൻ നടക്കും അല്ലേ? ഷോർട്ട് സർക്യൂട്ട് ആണ് ഫാൾട്ട് കണ്ടീഷനാണ്. അപ്പോൾ എന്ത് ചെയ്യും? CT ജനറേറ്റ് ദ ഹൈ കറന്റ് ആൻഡ് ദ കോയിൽ ക്രിയേറ്റ്സ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഇത് എന്ത് ചെയ്യും? റിലേയിൽ പോയിട്ട് എന്ത് ചെയ്യും? പുഷ് ദ പ്ലഗർ ആൻഡ് ഇറ്റ് വിൽ ട്രിപ്പ് ദ സർക്യൂട്ട് ഇൻസ്റ്റന്റേനിയസ്ലി. ഈ റിലേ വർക്ക് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? സർക്യൂട്ട് ബ്രേക്ക് ആകും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചത് ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അത് എങ്ങനെ ആൻസർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെയിം എനി 2 ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ദാറ്റ് കംസ് അണ്ടർ ദ മാൻഡറ്ററി സ്റ്റാർ ലാബലിംഗ് പ്രോഗ്രാം. അല്ലെ, സ്റ്റാർ ലാബിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ? അതായത് ഇപ്പോൾ 5 സ്റ്റാർ ഫുഡ്സ് എന്ന് പറയും, ചിലപ്പോൾ 3 സ്റ്റാർ AC എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ സ്റ്റാർ ലാബലിംഗ് ഉപയോഗിച്ചിട്ടുള്ള 2 മെറ്റീരിയൽസിന്റെ പേര് ചെയ്താൽ ഇത് മിക്കവാറും ഒരു മാർക്കിനൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ചോദിക്കാം. അതിൻ്റെ ആൻസർ എന്താണുള്ളത് നോക്കാം. ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്റർ, അതായത് ഫ്രിഡ്ജാണ് ഉദ്ദേശിച്ചത്. റൂം എയർ കണ്ടീഷണർ, അതായത് AC. അതിൽ വെച്ച് ട്യൂബുലാർ ഫ്ലോറസെന്റ് ലാമ്പ്. ഇതൊക്കെ എന്താണ്? സ്റ്റാർ ലാബിൽ വരുന്ന, ഇപ്പം നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന സ്റ്റാർ ലാബിൻ്റെ എക്യുപ്മെന്റ്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ സിലബസ് പ്രകാരം നമ്മൾ റെഫ്രിജറേറ്റർ,
അതേ രൂപത്തിൽ ടെലിവിഷൻ, അതേ രൂപത്തിൽ ലൈറ്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബൾബ്. ഇതിൻ്റെയൊക്കെ എന്തുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, എനർജി സേവിങ് ടിപ്സ് അല്ലേ. ഈ 3 എനർജി ടിപ്സ് എന്താ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ, എക്സ്പ്ലെയിൻ എനി 6 എനർജി സേവിങ് ടിപ്സ് ഫോർ റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്റർ എന്താണ്, ഫ്രിഡ്ജാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫ്രിഡ്ജിൽ നമ്മൾ ഒരു എനർജി സേവിങ് ഉപയോഗിക്കുന്ന ടിപ്സുകൾ എന്തെല്ലാമാണ്. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, ഓരോ പോയിന്റിലോട്ട് പോകാം. അതായത് ഫസ്റ്റ് എന്താണ്, അലോ ദ ഹോട്ട് ഫുഡ് ടു കൂൾ ഫസ്റ്റ്. അതെന്താ ചെയ്യുക, ചൂടുള്ള പദാർത്ഥങ്ങൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. എന്ത് ചെയ്യുക, അത് തണുത്തിട്ട് എന്ത് ചെയ്യുക, വെക്കുക. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ഡു നോട്ട് ഓവർ ഫിൽ ദ റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്റർ എന്ത് ചെയ്ത് ഓവറായിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല. ഓക്കെ, മൂന്നാമത്തേതാണ് സെറ്റ് ദ റെഫ്രിജറേറ്റർ ടെമ്പറേച്ചർ ആസ് പെർ നീഡ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, അതിൻ്റെ ടെമ്പറേച്ചർ വെക്കാം. അതായത് കുറച്ച് വസ്തുക്കൾ ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ഹൈ ടെമ്പറേച്ചറിലോ ലോ ടെമ്പറേച്ചറിലൊക്കെ ആക്കി എന്ത് ചെയ്യുക, വെക്കാൻ പാടില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, റെഫ്രിജറേറ്ററിൻ്റെ ടെമ്പറേച്ചറിൽ മാറ്റം വരുത്താം. പിന്നെ അടുത്തെന്താ, ഡു നോട്ട് ഓപ്പൺ ദി റെഫ്രിജറേറ്റർ ഡോർ അൺനെസസറി. ആവശ്യമില്ലാതെ എന്ത് ചെയ്യുക, ഡോറ് ഓപ്പൺ ആക്കരുത്. കാരണം ഡോർ ഓപ്പൺ ആക്കുക പറയുമ്പോൾ എന്ത് ചെയ്ത് റെഫ്രിജറേറ്ററിൻ്റെ ഹീറ്റ് വലിച്ചെടുക്കുന്നത് എന്ത് ചെയ്യും, അളവ് കൂടും. അതായത് ഡോർ തുറക്കുന്ന പറയുമ്പോൾ സറൗണ്ടിങ്ങുമായിട്ട് എന്ത് ചെയ്യും, അതിൽ പെടും. അപ്പം എന്ത് ചെയ്യുക, അൺനെസസറി ആയിട്ട് ഡോറ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ്, ക്ലീൻ ദ റെഫ്രിജറേറ്റർ റെഗുലർലി ആൻഡ് ഗോ ഫോർ ദ സ്റ്റാർ ലാബിൾഡ് റെഫ്രിജറേറ്റർ അല്ലേ. സ്റ്റാർ ലാബിൾഡ് റെഫ്രിജറേറ്റർ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, എനർജി എഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, റൈറ്റ് എനി 6 എനർജി സേവിങ് ടിപ്സ് ഫോർ ടെലിവിഷൻ. അപ്പോൾ ആദ്യം റെഫ്രിജറേറ്റർ പഠിച്ചു, ഇപ്പോൾ ടെലിവിഷൻ എന്താണ് പറയുന്നത്, പുട്ട് ഇൻ ടു ബാറ്ററി സെർവർ മോഡ് അല്ലെ. ബാറ്ററി സെർവർ മോഡിൽ വെക്കാം. ഇപ്പം നമ്മൾ പിന്നെ ഫോണൊക്കെ ചാർജ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാറ്ററി സെർവർ മോഡിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അതേ രൂപത്തിൽ ഇപ്പോൾ മോഡേൺ ടി വിയിൽ എന്തുണ്ട്, ഒരു ബാറ്ററി സെർവർ മോഡ് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, യൂസ് ദ ലൈറ്റ് സെൻസർ. അതായത് നൈറ്റ് മോഡിൽ എന്ത് ചെയ്യും, സ്ക്രീനിൻ്റെ ലൈറ്റ് എന്ത് ചെയ്യും, ഡിം ആവുന്നത് കണ്ടിട്ടുണ്ട് പുതിയ ടെക്നിക് പ്രകാരം. അപ്പോൾ എന്ത് ചെയ്യുക, യൂസ് ദ ലൈറ്റ് സെൻസേഴ്സ്. പൊസിൻ്റെ ടി വി അവോയ്ഡിങ് ഡയറക്റ്റ് സൺലൈറ്റ്. ഡയറക്റ്റ് സൺലൈറ്റിന് എന്ത് ചെയ്യുക, സൂര്യപ്രകാശത്തിന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. കാരണം ഇപ്പോൾ വരുന്ന ടി വി പലതും ശ്രദ്ധിച്ചിട്ടുണ്ട്, LCDയും അതേ രൂപത്തിൽ LED ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് എന്തായാലും ലൈറ്റ്, അതായത് സൺലൈറ്റ് തട്ടുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ റിയാക്ഷൻ നടന്നിട്ട് ഇതിൻ്റെ എഫിഷ്യൻസി കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തതാണ് യൂസ് LED ആൻഡ് LCD സ്ക്രീൻ ആൻഡ് ഗോ ഫോർ സ്റ്റാർ ലാബലിംഗ് TV അല്ലേ. ഇത് കോമൺ ആണ് അല്ലേ. അത് രൂപത്തിൽ സ്വിച്ച് ഓഫ് വെൻ നോബഡി ഈസ് വാച്ചിങ്. അത് വെറുതെ എന്ത് ചെയ്യാൻ പാടില്ല, TV ഓപ്പൺ ചെയ്യാതിരിക്കുക. ഓക്കെ, അടുത്തത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ ചോദിക്കാൻ പറ്റുന്ന 2 പ്രോബ്ലമാണ് ഉള്ളത്. സിമ്പിൾ പ്രോബ്ലമാണ്, പവർ കാണാനും അതേ രൂപത്തിൽ എനർജി കാണാനുള്ള പ്രോബ്ലം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുള്ളൂ. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. An electric iron takes 4 ampere and 250 volt. 4 ampere എന്നതാണ് കറണ്ട് ആൻഡ് 250 volt വോൾട്ടേജ് അല്ലേ. ഡിറ്റർമൈൻ ദി പവർ റേറ്റിംഗ് ഓഫ് ദിസ് അപ്ലയൻസ് ആൻഡ് ഫൈൻഡ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ് ഇൻ ദി അയൺ യൂസ്ഡ് ഫോർ 90 minutes. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് ഇൻറ്റു വോൾട്ടേജ് അല്ലേ. അപ്പോൾ കറണ്ട് വോൾട്ടേജ് ആണ്, കറണ്ട് എത്ര അവിടെ തന്നത്, 4 ampere ഇൻറ്റു വോൾട്ടേജോ 250 volt. അപ്പം നമുക്ക് എത്ര കിട്ടും, 1000 volt എന്ന് കിട്ടും അല്ലേ. 1000 watt എന്ന് കിട്ടിയത് പവർ. അപ്പം പവറിൻ്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് നമുക്കറിയാം എന്താണ്, കിലോ വാട്ടാണെന്ന് നമുക്കറിയാം. അപ്പം 1000 watt എന്ന് പറഞ്ഞാൽ എന്താണ്, 1 കിലോ വാട്ട് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി എനർജിൻ്റെ ഇക്വേഷൻ എന്താണ്, പവർ ഇൻറ്റു ടൈം എന്ന് പറയും അല്ലേ. അതായത് എനർജിയുടെ, ഇപ്പോൾ ഇലക്ട്രിക് എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കിലോ വാട്ട്. അത് പവറിൻ്റെ യൂണിറ്റ് കിലോ വാട്ടായി. ടൈമിൻ്റെ യൂണിറ്റ് എന്നിട്ടുണ്ടെങ്കിൽ ഹവർ, ഹവറിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ടൈം എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നത് എന്താണ്, 90 minutes ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ടൈം മിനിറ്റിനുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം മണിക്കൂറിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പവർ ഇൻറ്റു
ടൈം ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ പവർ എന്താണ്, കിലോ വാട്ട് നമ്മൾ കണ്ടുപിടിച്ച് എത്രയാണ് 1 കിലോ വാട്ട് അല്ലേ. അപ്പോൾ 1 കിലോ വാട്ട് ഇൻറ്റു ടൈം എന്താണ് 90 മിനിറ്റ്. അപ്പോൾ 90 മിനിറ്റിനെ മണിക്കൂറിലോട്ടാക്കാൻ എന്ത് ചെയ്യുക 90/16. അപ്പോൾ എത്ര കിട്ടും 1.5 കിലോ വാട്ട് ഹവർ എന്ന് കിട്ടും. ഓക്കെ, 1.5 കിലോ വാട്ട് എനർജി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു യൂണിറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്ത് ഇവിടെ എത്ര ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്ത്, അപ്പോൾ എത്ര യൂണിറ്റ് എനർജി കൺസ്യൂം ചെയ്ത് 1.5 യൂണിറ്റ് കൺസ്യൂം ചെയ്തെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് പഠിക്കാനുള്ളത് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇൻറ്റു വോൾട്ടേജ്, അതിൽ എനർജി എന്ന് പറഞ്ഞാലോ പവർ ഇൻറ്റു ടൈം. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം എപ്പോഴും എന്തായിരിക്കും ഹവറിലായിരിക്കും, പവർ എന്തായിരിക്കും കിലോ വാട്ടിലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം എന്താണ്, എനർജി കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് ഈസ് ദ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഫോർ എൻ ഓഫീസ്. ഓക്കെ, ഫസ്റ്റ് എന്താണ് 10 ഫ്ലൂറസെന്റ് ലാമ്പ് ഈച്ച് ഓഫ് 40 വാട്ട് 8 hours per day, 4 fans each of 6 watt working 8 hours per day. അതേപോലെ 2 coolers each of 100 watts working 4 hours. നാലാമത്തെ 5 lamps each of 40 watts working 2 hours അല്ലേ. അപ്പോൾ നമ്മൾ കാണാൻ പറഞ്ഞത് എന്താണ്, കാൽക്കുലേറ്റ് ദ ഇലക്ട്രിസിറ്റി ബിൽ ഫോർ ദി മന്ത് ഓഫ് ഏപ്രിൽ അറ്റ് ദ റേറ്റ് ഓഫ് 5 per unit അല്ലേ. യൂണിറ്റിന് 5 രൂപ വെച്ചാണ് എന്തെങ്കിലും ഏപ്രിൽ മാസത്തെ ടോട്ടൽ കറണ്ട് ബില്ല് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ എനർജി കണ്ടിട്ട് എനർജി എത്ര യൂണിറ്റ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം എനർജി കണ്ടുപിടിക്കാൻ ക്വസ്റ്റൻ എന്താ, പവർ ഇൻറ്റു ടൈം എന്നാണ് അല്ലേ. അപ്പം പവർ ഇവിടുത്തെ പവർ എന്താണ് 40 വാട്ട് ഇൻറ്റു ടൈം, ഇവിടെ മണിക്കൂർ എന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ എന്തുണ്ട് 10 ഫ്ലൂറസെന്റ് ലാമ്പ്. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ 10 ഫ്ലൂറസെന്റ് ലാമ്പ് ഈച്ച് ഓഫ് 40 വാട്ട് 8 hours വർക്ക് ചെയ്താൽ നമുക്ക് തരും ഒരു എനർജി കിട്ടും. ഇവിടെ ആണെങ്കിലോ 4 ഫാന് 60 വാട്ടിൽ 8 hours വർക്ക് ചെയ്താൽ എന്ത് ചെയ്യും, നമുക്കൊരു എനർജി കിട്ടും. ഇവിടെ ചെയ്യുമ്പോഴോ 2 കൂളർ 60 വാട്ട്സിൽ 8 hours വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കുന്ന എനർജി കിട്ടും. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനിയാണെങ്കിലോ 5 ലാമ്പ് 40 വാട്ട്സിൽ എത്ര മണിക്കൂറാണ് 2 hours ചെയ്യുമ്പോൾ കിട്ടും, നമുക്കൊരു എനർജി കിട്ടും. ഈ എനർജി ഒക്കെ കിട്ടുന്നത് നമുക്ക് കയ്യിലാണ്, കാരണം ഇവിടെ തന്നത് വാട്ട് അവറിലാണ് അല്ലേ, വാട്ട് അവറിലാണ് ഉള്ളത്. അപ്പോൾ അതിനെന്താണ് നമ്മൾ കിലോ വാട്ട് ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം ഇങ്ങനെ കൺവേർട്ട് ചെയ്താലാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് ഇതിൻ്റെ യൂണിറ്റിൽ കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ യൂണിറ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഈ യൂണിറ്റിനെ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചാൽ എന്ത് ചെയ്യും, ഒരു ദിവസത്തെ പൈസ കിട്ടും. അതിന് വീണ്ടും ഏപ്രിൽ മാസം എന്ന് പറയുമ്പോൾ എത്രയാണ് 31 ദിവസം അല്ലേ. അപ്പോൾ 31 ദിവസം കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ടോട്ടൽ ബില്ല് കിട്ടും. ടോട്ടൽ ബില്ല് പറഞ്ഞാൽ ഏപ്രിൽ മാസം 31 ഇൻറ്റു 5 രൂപയാണ് അല്ലേ. ഒരു യൂണിറ്റിന് 5 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് ഈ യൂണിറ്റ് എന്ത് കിട്ടും, അത് ഗുണിച്ചാൽ എന്ത് കിട്ടും, നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും. ഓക്കെ, ആർക്ക് ഡൗട്ടൊന്നുമില്ലല്ലോ, എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് എന്തായാലും ഒരു 7 മാർക്ക് എന്ത് ചെയ്യാം, നമുക്കിത് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ്. നെയിം ദ നോഡൽ ഏജൻസി റെസ്പോൺസിബിൾ ഇംപ്ലിമെന്റ് ദ സ്റ്റാർ ലാബിലിംഗ് പ്രോഗ്രാം ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ സ്റ്റാർ ലാബിംഗ് ചെയ്യുന്ന ഏജൻസി ഏതാണ്? ഇതൊരു ഒറ്റവാക്കിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഏജൻസിൻ്റെ പേര്? ബ്യൂറോ ഓഫ് ഇലക്ട്രിക്കൽ എഫിഷ്യൻസി അഥവാ BEE എന്ന് പറയും. ഓക്കെ, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ഓക്കെ, അടുത്തെന്താണ് ഇല്ലുസ്ട്രേറ്റ് ദ BEE അല്ലേ. ഇപ്പം പറഞ്ഞു ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സ്റ്റാർ ലാബിംഗ് ആൻഡ് ഐഡന്റിഫൈ ദ വേരിയസ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അതായത് സ്റ്റാർ ലാബിലിങ്ങിൻ്റെ ഡയഗ്രത്തിലുള്ള ഓരോ ടേംസിന് എന്ത് ചെയ്യാം, ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഒരു ഡയഗ്രം ഞാൻ അവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഒരു സ്റ്റാർ ലാബലിങ്ങിൻ്റെ
ഡയഗ്രാം. അപ്പോൾ ഇതിലുള്ള ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്താൽ നിങ്ങൾ ജസ്റ്റ് പേര് കൊടുത്താൽ മതി. ഫസ്റ്റ് എന്താണ് സ്റ്റാർ റേറ്റിംഗ്. സ്റ്റാർ റേറ്റിംഗ് എന്താണ്, നമ്മൾ എക്യുപ്മെൻറ്റ്സ് എത്രത്തോളം എഫിഷ്യൻസി എന്ന് കാണിക്കാനുള്ളതാണ് എന്ത് സ്റ്റാർ റേറ്റിംഗ് വരുന്നത്. ഈ ഒരു എക്യുപ്മെൻറ്റ്സ് എന്താണ് 3 സ്റ്റാർ എന്താണ് റെഡ് മാർക്കിലാണല്ലേ ഉള്ളത്. അതായത് ഇതെന്താണ് ഒരു 3 സ്റ്റാർ എക്യുപ്മെൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അടുത്തതാണ് എഫിഷ്യൻസി പാരാമീറ്റർ. അതായത് എഫിഷ്യൻസി പാരാമീറ്റർ എന്ത് ചെയ്യും, ഒരു ഗ്രീൻ ബാറിൽ എന്ത് ചെയ്യും നമുക്ക് കാണാം. അടുത്തെന്താണ് ലേബൽ പീരിയഡ്. പിന്നെ എന്ത് ഉണ്ടാകും, അതിൽ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഉണ്ടാകും. അതായത് ഈ എക്യുപ്മെൻറ്റ്സിൻ്റെ എത്ര, അതിൻ്റെ എഫിഷ്യൻസി എന്താണ്, ഇത് എത്ര യൂണിറ്റ്സ് വരെ കറണ്ട് ഉപയോഗിക്കും, ഇതിൻ്റെ വോൾട്ടേജ് റേറ്റ്, കറണ്ട് റേറ്റ് ഒക്കെ എന്ത് ചെയ്യും ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഉണ്ടാകും. അടുത്തെന്താണ് ബ്രാൻഡ് മോഡൽ. ബ്രാൻഡ് മോഡൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്, സാംസങ്, LG, അതൊക്കെ എന്ത് ചെയ്യും ഈ മോഡൽ ഉണ്ടാകും. അടുത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണുള്ളൊരു കാര്യമാണ് എന്ത് യുണീക്ക് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ യുണീക്ക് കോഡാണ് ആക്ച്വലി എന്ത് നമ്മുടെ BEE കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ഇതിൻ്റെ സിമ്പിളാണ് എന്ത് യുണീക്ക് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തുണ്ടാകും നമുക്ക് ഒരു സ്റ്റാർ ലാബലിങ്ങിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ക്ലിയർ ആയെന്ന് കരുതുന്നുണ്ട്. ഒരു പ്രോബ്ലം ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കണ്ടെത്തണം. ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ വാട്ടിലാക്കണം. അതേ രൂപത്തിൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കിലോ വാട്ട് ഹവറിൽ. അപ്പോൾ ഹവറാണ് ടൈം അല്ലേ. അപ്പോൾ ടൈമിന് എന്ത് ചെയ്യണം, നിങ്ങൾ ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, കുറേ തിയറി പിന്നെ 2-3 പ്രോബ്ലം വീണ്ടും തിയറി. അപ്പോൾ തിയറി എന്ത് ചെയ്യണം, നിങ്ങൾ കുറേ വായിച്ച് തന്നെ പഠിച്ച് പോവുക. ഓക്കെ, താങ്ക് യു.